കുട്ടികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് പാരൻസ് ഉറപ്പാക്കേണ്ടതാണ്. സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തുവിടുന്ന വാട്ടർ ബോട്ടിൽ നിറച്ചും വെള്ളം കൊടുത്തു വിട്ടാൽ അത് എത്രത്തോളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഡീഹൈഡ്രേഷൻ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഡീഹൈഡ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, കോൺസ്റ്റിപ്പേഷൻ വരാം, സ്കിന്നിന് ഇഷ്യൂസ് വരാം, അതുപോലെ തലവേദന, അങ്ങനെയുള്ള പല ഇഷ്യൂസ് കുട്ടികളിൽ കാണാറുണ്ട്. വെള്ളമായിട്ട് തന്നെ, മറ്റേ ഫ്രൂട്ട് ജ്യൂസസ് ഒന്നുമല്ല, വെള്ളമായിട്ട് തന്നെ ആവശ്യത്തിന് കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. കുട്ടികൾ പുറത്ത് ഒന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വിടുക എന്നുള്ളതാണ്. സ്കൂളിലാണെങ്കിലും വീട്ടിൽ വന്നിട്ടാണെങ്കിലും അത്യാവശ്യം മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടക്കാനും എല്ലാം നമ്മുടെ ഒരു ലോക്കൽ എൻവയോൺമെൻറ്റുമായിട്ട് ഒരു റിലേഷൻ വന്നു കഴിയുമ്പോൾ കുറച്ച് പൊടിയും പുകയും ഒക്കെ അടിച്ച് തന്നെ കുട്ടികൾ വളരും. എന്നാൽ മാത്രമേ അവർക്ക് അതിനുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ. നമ്മളെപ്പോഴും വീടിനുള്ളിൽ 4 ചുമരിന് ഉള്ളിൽ ജീവിക്കുന്ന കുട്ടി കുറച്ച് നാൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് പുറമേ നിന്നുള്ള തണുപ്പോ കാറ്റോ ചൂടോ ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഓപ്പൺ എൻവയോൺമെൻറ്റുമായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്റ്റിൽ വേണം കുട്ടികളെ വളർത്താനായിട്ട്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.